ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫോർച്യൂണർ ആയിട്ട് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഈ സംഭവം ഒന്നും കണ്ട് പേടിക്കേണ്ട, അതൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. സംഭവം എനിക്കറിയാം, ഇച്ചിരി കുളവാക്കിയിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തതാണ്. നമ്മൾ ഇതിൻ്റെ ഈ സൈഡിലെ ഇതൊന്ന് നമ്മൾ അടിച്ചാണെന്നൊന്നും വിചാരിക്കരുത് ഗൈസ്. ഈ കളർ നമ്മുടെ ഫോർച്യൂണറിൻ്റെ മിററിൻ്റെ അവിടെ അത് സംഭവം ചെളിയെല്ലാം കയറിയിട്ട് അങ്ങനെ ആയതാണ്. അത് നമ്മളിപ്പോൾ ക്ലീൻ ആക്കാം, ഇത് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. വണ്ടി വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവുന്നുണ്ട് ഗൈസ്. ഓക്കെ, വണ്ടി പുറകോട്ട് പോകുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ പോകുന്നുണ്ടല്ലേ ഗൈസ്. ഞാൻ പക്ഷേ ഹാൻഡ് ബ്രേക്ക് ഇട്ടാണ്, ഹാൻഡ് ബ്രേക്ക് പോകാൻ തോന്നുന്നു. ഉന്തി നോക്കാം. ഇല്ല കൈസ്, നടക്കത്തില്ല. പെട്ടെന്നൊന്ന് വണ്ടി കയറേണ്ട വരും മിക്കവാറും. ഒന്ന് വണ്ടിയിലോട്ട് കയറാം കൈസ്, അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി ഉരുണ്ട് പുറങ്ങാനും പോയി വീടും കൈസ്. ഓക്കെ, നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറിയിട്ടുണ്ട് കൈസ്. ഓക്കെ, ഇതെന്താ ഇങ്ങനെ കയറുന്നത്? ഓക്കെ കൈസ്, അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലും മാറ്റട്ടെ കൈസ്. ഓക്കെ, ഇന്ത്യയിൽ മാറ്റാം ഒന്നുകൂടി. ഓക്കെ കൈസ്, ഇങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ വണ്ടി പാർക്കാക്കിയിട്ടുണ്ട്, പാർക്കിംഗ് മുകളിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും, അതുപോലത്തെ ഒരു ടൈപ്പ് നമ്മുടെ വീഡിയോ ആയിരിക്കും. അതായത് നമ്മൾ പറയുന്നതായിരിക്കും ഇതിനകത്ത് കൂടുതലും. കാരണം വണ്ടിയുടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഫോർച്യൂണർ M2 കാര്യങ്ങളൊക്കെ നല്ല റേറ്റ് വരുന്നതാണ്. അതുമാത്രമല്ല നമ്മൾ പെയ്ഡായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന കണക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ലാഭമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഗൈസ്. ഓക്കെ, ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. സംഭവം ഇവിടെ ഇനി നിൽക്കുന്ന ഡേഞ്ചർ, ഇതിങ്ങനെ ഉരുണ്ട് പിടച്ച് താഴ്ത്തി വീഴുമെന്ന് എനിക്കറിയത്തില്ല. കാരണം കണ്ടാൽ മനസ്സിലാവും, നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് ചാടേണ്ട വരും. ഓക്കെ ഗൈസ്, അവിടെ ഇടിച്ചു. മൊത്തം നമ്മൾ ജസ്റ്റ് ഒരു ഇതാക്കി ചെയ്ത് വെച്ചാണ് ഗൈസ്. ഒക്കെ എടുത്ത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി നേരെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ ഇപ്പം നമ്മുടെ ഒരു കൂട്ടാനുണ്ട്, പുള്ളിയുടെ കയ്യിലാണെങ്കിൽ 500 യൂണിറ്റ് സ്റ്റോക്ക് ഇപ്പോൾ കയ്യിലുണ്ട് പുള്ളിയുടെ കയ്യിൽ. അതായത് ഫോർച്യൂണർ M2 പിന്നെ നമ്മുടെ KDM കാർസ്, വർക്ക്ഡ് KDM കാർസും ഉണ്ട് കൈസ്. ഓക്കെ, ബ്ലൂഡേയിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈക്കി ഉണ്ടാവും, BMW, പിന്നെ ഫ്ലൈയിങ് സ്ക്വയറിൽ കാണും. പിന്നെ പുതിയതായിട്ട് നമ്മുടെ വന്നേക്കുന്ന ഇടിച്ച ഇല്ല കൈസ്. പിന്നെ പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു നമ്മുടെ ഒരു BM ഇല്ല, നമ്മുടെ KDMൻ്റെ കൈസ്, ഒരു ഗ്രീനും ബ്ലാക്കും എന്നുകൊണ്ട് തുടങ്ങുന്നത്. ഞാൻ പേര് എനിക്ക് ഓർമ്മയില്ല കൈസ്, ക്ഷമിക്കണം, അത് ഞാൻ മറന്നു പോയതാണ്. അത് ഗൈസ് ആ വണ്ടി. പിന്നെ പജേറോയുടെ വർക്കഡ് വാർണിങ്ങിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ പജേറോയുടെ വേറെ വർക്കഡ് വണ്ടി കാണും, വർക്കഡ്. പിന്നെ ഡെഡ് പൂളിൻ്റെ സിവിക്ക് ഉണ്ടാവും. അങ്ങനെ കുറച്ച് വർക്കഡ് കാർസും പിന്നെ GG വർക്കൊക്കെ ചെയ്ത കാർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്. ഓക്കെ, അപ്പോൾ വേണ്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ DM ചെയ്യുക. കാരണം 500 യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. കാരണം നമ്മുടെ CPM കളിക്കുന്നവർ 1CRന് മുകളിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ കാണാൻ പറ്റും ഡൗൺലോഡ്സ് ഉണ്ടെന്ന് ഗൈസ്. ഓക്കെ, അത്രയും ആൾക്കാർ കളിക്കുന്നുണ്ടാകുമ്പോൾ തന്നെ 500 യൂണിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിറ്റും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ആണെങ്കിൽ ഗൈസ്. ഒക്കെ ഇവിടെ നല്ല ഹാങ് അടിക്കുന്നുണ്ട് ഗൈസ്. ഒക്കെ നമ്മുടെ വണ്ടിയിൽ നിന്ന് കൺട്രോൾ പോകുന്നുണ്ട്. നമ്മുടെ ഫോണിൽ ജസ്റ്റ് ഒരു സീനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളൊന്ന് ഈ വീഡിയോ തന്നെ മാക്സിമം പറയാം ഗൈസ്. ഒരു കാര്യം, നമുക്ക് അപ്പുറത്തെ മറ്റേ കാണുന്നില്ല ഗൈസ്, അവിടെ എത്തിയിട്ട് കാണാം. അല്ലെങ്കിൽ വീഡിയോ നല്ല രീതിക്ക് തന്നെ ലാഗ് ആവുന്നാലും നിങ്ങൾക്ക് തന്നെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും ഗൈസ്. ഒക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെയും കാര്യങ്ങളും വന്നിട്ടുണ്ട്, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ ഇവിടെ ഒരു വീട് സൈഡിലൊക്കെ വീട് കാണാൻ പറ്റുക, നമ്മൾ വെച്ചതാണ് ഗൈസ്. ഒക്കെ ഇത് നമ്മൾ മാക്സിമം ഒന്ന് സെറ്റാക്കാൻ നോക്കിയതായിരുന്നു. കാരണം അവിടെ ഒരു ഇൻവിസിബിൾ പോലത്തെ സാധനം ഉണ്ട് ഗൈസ്. ഒക്കെ അത് മറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. അതൊക്കെ ചുമ്മാ ചെയ്തതാണ് ഗൈസ്. ഒക്കെ നമ്മൾ ഇതിനേക്കാളും കിടിലായിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ചെറുതായിട്ടൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ അധികം CPMലൊന്നും കയറുന്നില്ലായിരുന്നു ഗൈസ്. ഒക്കെ നമ്മുടെ ബസ് സിമുലേറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഗൈസ്. പിന്നെ ഞാൻ അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കാര്യത്തിലോട്ട് ഞാൻ കിടക്കാം. കാരണം ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, എൻ്റെ ഫോൺ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വീണായിരുന്നു. അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിൽ അടിച്ചു പോയിരിക്കുകയാണ്. അപ്പം ഡിസ്പ്ലേയിൽ ഫുള്ള് ലൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ഒന്ന് റെഡിയാക്കണം ഗൈസ്. ഓക്കെ, നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ നമ്മൾ റെഡിയാക്കിയിട്ട് സെറ്റാക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇപ്പോഴല്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കുന്നത്. നേരത്തെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ അതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ തൊട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങുക, സ്റ്റോറി മോഡ് കളിച്ച് തുടങ്ങും. പിന്നെ കുറേ പേര് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു നമ്മളെ സ്റ്റോറി മോഡൊക്കെ കളിക്കുമ്പോൾ നമ്മളെയും കൂടി കൂട്ടണമെന്ന് ഗൈസ്. ഒക്കെ എല്ലാവരെയും കൂട്ടുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ ഇൻസ്റ്റയിൽ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബും പിന്നെ ഫോളോവും ചെയ്യുക. പിന്നെ DM ചെയ്താലും മതി ഗൈസ്. ഒക്കെ നമ്മളിപ്പം സ്റ്റോറി മോഡൊക്കെ ഇടുമ്പോൾ നമ്മൾ സ്റ്റോറി ഇടുന്നതായിരിക്കും. ആ ടൈമിൽ വേണ്ടവരെല്ലാവരും നമ്മുടെ റൂമിലെല്ലാം കയറി നമ്മൾ പറയുന്ന പോലെ നിൽക്കണം ഗൈസ്. ഒക്കെ ഇപ്പോൾ ഡിസിപ്ലിനായിട്ട് നിൽക്കണം, എന്നാലേ നമുക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഈ ഫോർച്യൂണർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞാൽ പുള്ളി സെല്ലാക്കുന്നുണ്ട്, ഈ HD ലോഗോവും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫോർച്യൂണർ നിങ്ങൾക്ക് പുറത്തായിട്ടായിരിക്കും. കാരണം ഇത്ര HD ലോഗോയും കിടിലമായിട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ അങ്ങോട്ട് വില കൊടുക്കും ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത് എടുക്കാനായിട്ട്.
നിങ്ങൾക്ക് പിന്നെ കളർ മാറ്റവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. വണ്ടി കിട്ടുമ്പോൾ സ്റ്റോക്ക് ടെസ്റ്റ് പെയിൻ്റ് ആയിട്ട് ബ്ലാക്ക് ആയിരിക്കും. ഞാനിപ്പോൾ വൈറ്റ് ആക്കിയെന്നുള്ളൂ കേസൊക്കെ. പിന്നെ അപ്പം നമ്മുടെ ഫോണിൻ്റെ കാര്യങ്ങൾ അത്രയും ഇതുകൊണ്ടാണ് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ അത്രയും വരുന്നത്. അതാണ് CPM കളിച്ചുകൊണ്ടിരിക്കുമ്പം. പിന്നെ ബസ് സിമുലേറ്ററിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ ഫോണ് ഈ വെള്ളത്തിൽ വീണുകൊണ്ട് തന്നെ മൊത്തം റീസെറ്റായി പോയായിരുന്നു മൊത്തം. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബസ് സിമുലേറ്ററിൻ്റെ ഫയലും, അത് മോഡ് ഫയലും ലിവറീൻ്റെ ഫയലും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ബസ് സിമുലേറ്ററിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മോഡ് വെച്ചെടുത്ത ഒരൊറ്റ വണ്ടി പോലും ഇല്ല ഗൈസ്. ഓക്കെ, പിന്നെ എല്ലാം ആദ്യം തൊട്ട് നമുക്ക് എടുത്ത പോലെ തന്നെ തിരിച്ചെടുക്കണം. അപ്പോൾ അതിന് ടൈം എടുക്കും. ടൈം എടുത്ത് വരണം ഗൈസ്. ഓക്കെ, എന്നാലും അടിയോ നമ്മൾ മാക്സിമം അടുത്തൊരു വീഡിയോ സെറ്റാക്കാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കുറച്ച് ദിവസം എടുത്തിട്ടാണെങ്കിലും നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി തൊട്ട് ഇനിയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കുന്ന വീഡിയോസ് മാക്സിമം ഇടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വണ്ടിയായിട്ടൊരു ഓഫ് റോഡ് പോകുന്നുണ്ട്, അത് ഞാൻ പറയാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടിലമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഈ വണ്ടി കാര്യങ്ങളും വർത്തായിരിക്കും ഗൈസ്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇതൊക്കെ പറയാനാണ് ഗൈസ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. M2 കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, എല്ലാം അറം കാറാണ് ഗൈസ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ 100 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പം നമ്മളൊരു സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോഴേ പറയാൻ നേരത്തെ പിന്നെ പറയാമെന്ന് വിചാരിച്ചു. ബട്ട് ഇപ്പോൾ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 92 സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഇപ്പോൾ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി 100 ആണ് നമ്മുടെ ടാർഗറ്റ്. കുറച്ചും കൂടി മതി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് 100 അല്ലെങ്കിൽ 500 ആയിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് ഇതുവരെ നമ്മൾ കറക്റ്റ് ഇത് ചെയ്തിട്ടില്ല. അതായത് CPM അധികം ആൾക്കാർ ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇറക്കാത്ത ടൈപ്പ് ഒരു വണ്ടി നമ്മൾ ഇറക്കാൻ മാക്സിമം നോക്കത്തായിരിക്കും ഗൈസ്. കാരണം അത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ്, അത് നിങ്ങൾക്ക് തരാൻ തന്നെയായിരിക്കും. ഒന്നെങ്കിൽ അത് ഗീവ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് കണക്ക് ഇരിക്കും ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഗീവ് ആയിട്ട് തന്നെ ഇത് കൊടുക്കാൻ നോക്കും. അല്ലെങ്കിൽ നമ്മൾ പെയ്ഡായിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടായിരിക്കും കൊടുക്കുന്നത്. നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കും. അവൻ പിന്നെ അത് സെല്ലാക്കുന്നതായിരിക്കും പെയ്ഡായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങുകയും ചെയ്യാം. നിങ്ങൾ തന്നെ പറ ഗൈസ്, നമ്മൾ ബസ്സിൽ സെറ്റാക്കണോ കാറിൽ സെറ്റാക്കണോ ഏതൊക്കെ സെറ്റാക്കണോ എന്ന് പറ ഗൈസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറയുന്ന പോലെ സെറ്റാക്കുന്നതായിരിക്കും. അതിനാണ് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മളൊരു ഐഡൻറ്റിറ്റി കാർ ഇറക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ്. മാക്സിമം കമൻറ്റ് ചെയ്താലേ നമുക്ക് അതിനെക്കുറിച്ച് അതൊക്കെ ആലോചിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പം ഫോർച്യൂണർ തന്നെ ഒരു വർക്ക് ചെയ്തെടുത്താലാണ് ആലോചിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ആയിട്ട്. നമ്മളിപ്പോൾ മിക്കവരും ഇപ്പോൾ ഫോർച്യൂണർ ഇട്ടിക്കഴിഞ്ഞ് ഇതായിട്ട് ഇറങ്ങത്തുള്ളൂ ഗൈസ്. കാരണം എല്ലാവരും ഒരു ഡ്രീം കാറാണ് ഒരു ഫോർച്യൂണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ CPM വന്നാൽ പിന്നെ അത് എന്ത് വന്നാലും എടുക്കുമെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഗൈസ് ആദ്യം തന്നെ എടുത്തത്. വണ്ടി ഓടിക്കാനെന്ന് പറഞ്ഞാൽ നൈസാണ് ഗൈസ്. ഓക്കെ, അത് അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്. പിന്നെ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നമ്മളിപ്പം CPMൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങിയ ടൈമിൽ നമ്മുടെ എത്ര 60 സംതിങ് ആയിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ CPMൻ്റെ വീഡിയോയും കാര്യങ്ങളും ഇട്ട് തുടങ്ങിയപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മുടെ ഇപ്പം 100 അടിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നല്ല പോലെ എനിക്ക് താങ്ക്സ് പറയണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ പറയും ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഗീവ് ആയിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഗൈസ്, ഇത്രയും സപ്പോർട്ട് ചെയ്ത് തന്നെയൊക്കെ കാര്യങ്ങളും. അപ്പം എല്ലാവരും ഇനിയും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ടാർഗറ്റൊക്കെ 500 സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോൾ 100 ആവാറായേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാം 500 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കും. ബട്ട് നിങ്ങളൊന്ന് നല്ലതിലേക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആക്കാനേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും നമ്മുടെ CPM ലോക്കി ബ്രോയുടെ ഇൻസ്റ്റയുടെ URLും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നതായിരിക്കും അക്കൗണ്ടിന്. അപ്പോൾ എല്ലാവരും മാക്സിമം പുള്ളിക്ക് കയറി DM ചെയ്യുക. എന്നിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വാങ്ങാൻ നോക്കുക. M2 ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. M2 കിട്ടാൻ ഭയങ്കര പാടായി വരുവാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ. അപ്പോൾ പുള്ളി 500 സ്റ്റോക്ക് എടുത്തിട്ടാണ് പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ വേണ്ടവരെല്ലാവരും പെട്ടെന്ന് കയറി DM ചെയ്ത് സംസാരിക്കുക, വാങ്ങാൻ നോക്കുക ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റോറി മോഡ് കളിക്കണമെങ്കിൽ നമുക്ക് DM ചെയ്യുക ഗൈസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ നമ്മുടെ ഈ ഫോർച്യൂണറിൻ്റെ ഓഫ് റോഡിങ്ങിൻ്റെ ഇതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും DM ചെയ്യുക. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോയിൽ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.